ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു. അപ്പം ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുടെ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടാകും, എന്നാൽ അതിൽ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നല്ലേ. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നല്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു ഗോൾ സെറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവണമെന്നുണ്ടാവും. പക്ഷെ എന്നാലും നിങ്ങൾ സക്സസ്ഫുൾ ആവാത്ത കുറേ അവസ്ഥകൾ വന്നിട്ടുണ്ടാവും അല്ലേ. എന്നാലും നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാതെ നിങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും സക്സസ്ഫുൾ ആവും. അതേപോലെ നിങ്ങളുടെ ഗോൾസും അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ചില ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് സക്സസ്ഫുൾ ആവണം, അവരുടെ ഗോളും അച്ചീവ് ചെയ്യണം. പക്ഷെ അവർക്ക് പണിയെടുക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കാനോ അവർക്ക് വയ്യ. ചില ആൾക്കാർ പറയും എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ, എനിക്ക് അത് ചെയ്യാൻ വയ്യ, ഇത് ചെയ്യാൻ വയ്യ. ഈ സംഭവം തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ പിന്നീട് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ റിഗ്രറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇപ്പം തന്നെ നിങ്ങൾ റിസ്ക് എടുക്കാനും വർക്കൗട്ട് ചെയ്യാനും കുറേ കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാം. ബിക്കോസ് അതിലൂടെ തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മളെ കാര്യം ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇപ്പം എൻ്റെ കാര്യം തന്നെ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം വേറൊന്നല്ല, ഞാൻ ഓരോ കാര്യങ്ങൾ പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ റീച്ച് കിട്ടാനോ അല്ലെങ്കിൽ മോട്ടിവേഷൻ വീഡിയോസ് ആയിട്ടല്ല. ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയണം. കാരണം എന്നെ പോലെ കുറേ ആൾക്കാരുണ്ടാവും, മനസ്സിലാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളെ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ സീരിയസ്ലി നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. നിങ്ങളുടെ ഗോൾസ് എന്താണോ അത് അച്ചീവ് ചെയ്തെടുക്കാൻ നോക്കാം. അതേപോലെ സെൽഫ് കോൺഫിഡൻസ് നല്ല രീതിയിൽ കൊണ്ടുവരാൻ നോക്കാം. ഡേ ബൈ ഡേ ഓരോ കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അത് കിടക്കണതിന് മുമ്പ് ജസ്റ്റ് അത് എന്താണ് നിങ്ങൾ ചെയ്തത് എന്ന് വിലയിരുത്താം. എന്നിട്ട് നെക്സ്റ്റ് ഡേ അതിൻ്റെ കാട്ടി കൂടുതലും നന്നായിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്തെടുക്കാനും പറ്റും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ബ്ലെസ്ഡ് മൂമെൻറ്റും ഹാപ്പിയസ്റ്റ് മൂമെൻ്റ് ആയിട്ട് മാറ്റണം. അപ്പോൾ 2026 തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ ഒരു ഗോൾസ് അച്ചീവ് ചെയ്യട്ടെ. 2026 എന്ന് പറയുന്നത് നല്ലൊരു ഇയർ ആയിട്ട് നിങ്ങൾക്ക് ആശംസിക്കുന്നു. അപ്പോൾ